നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയുടെ വിഷയം അങ്ങനെയല്ല. ഗിരിയോട് മഞ്ജു അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഗിരിയിൽ നിന്ന് അകറ്റാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി ഞാൻ ഏത് അച്ഛൻ വരെയും പോകും. മോളെ, മഞ്ജു എന്തെങ്കിലും ചെയ്തെന്ന് കരുതി ഗിരിയുടെ മനസ്സ് മാറൂ. നിന്നെ പോലൊരു പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ട് ഗിരി മഞ്ജുവിന്റെ പുറകെ പോകുന്നു നിനക്ക് തോന്നുന്നു? ഇല്ല. ഇനിയും അവളുടെ പുറകെ പ്രശ്നത്തിന് പോകുന്ന ചീപ്പാ. എന്റെ മോൾ അങ്ങനൊന്നും ചെയ്ത് സ്വന്തം വില കളയില്ലെന്ന് അച്ഛൻ വിശ്വസിച്ചോട്ടെ. വെരി ഗുഡ്. ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷെ ചേച്ചി ആരുടെ മുന്നിലും തോക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ നാണം കിടുന്നത് ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ചിലപ്പോ കുറെ തോറ്റു കഴിയുമ്പോ അതൊരു ശീലമായി മാറും. ചേച്ചി ഇപ്പോ ആ ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. മോളെ, അവരെയൊക്കെ എതിർക്കുന്നത് അത്ര എളുപ്പമല്ല. നിനക്കത് പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തെ? അവരെ എതിർക്കുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ശാലിനി അപമാനിച്ച ഗോപാൽജി കച്ച കെട്ടി ഇറങ്ങുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗോപാൽജി വിചാരിച്ച നമ്മുടെ കുടുംബത്തെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും എനിക്കറിയാം. പക്ഷെ അയാളെ പേടിക്കാൻ എന്നെ കിട്ടില്ല. ചേച്ചി അമ്മാവനെ സംസാരിച്ചപ്പോ മാറി മാറി പറഞ്ഞല്ലോ, ചേച്ചി അപമാനമൊക്കെ സഹിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണെന്ന്. ഞാനും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ? അപ്പൊ ചേച്ചി ഇതൊക്കെ സഹിക്കണോ എന്ന കാര്യത്തില് എനിക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ? ഇങ്ങനെ തല താഴ്ത്തി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മേലാൽ ചേച്ചി എനിക്ക് വേണ്ടിയാണ് അപമാനം സഹിക്കുന്നതെന്ന് പറയരുത്. അങ്ങനെ നാണം കെട്ട് ജീവൻ നിലനിർത്തേണ്ട ആവശ്യം എനിക്കില്ല. നിന്റെ ധൈര്യം കാണുമ്പോ എനിക്ക് അച്ഛനെ ഓർമ്മ വരുന്നേ. സത്യം പറഞ്ഞ അച്ഛന്റെ യൂണിഫോം കിട്ടേണ്ടത് നിനക്കാണ്. എനിക്കത് കിട്ടിയതുകൊണ്ട് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൽപ്പേര് തകരുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഈ യൂണിഫോം ഇട്ടാലെങ്കിലും എനിക്ക് കുറച്ച് ധൈര്യം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ വെറുതെ ആയി. എനിക്കിപ്പോഴും ഒന്നിനും ധൈര്യമില്ല. എന്നെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ഗോപാൽജിയുടെ ആൾക്കാർ ഉപദ്രവിക്കുന്നല്ലേ ചേച്ചിയുടെ പേടി? അതുകൊണ്ട് തന്നെയാ ചേച്ചി ശാലിനിയോടും ഗോപാൽജിയോടും പ്രശ്നത്തിന് പോവാത്തത്. പക്ഷെ എനിക്ക് വേണ്ടിയാ ചേച്ചി ശാലിനിയുടെയും ഗോപാൽജിയുടെയും മുന്നിൽ നാണം കിട്ടാന്ന് ആലോചിക്കുമ്പോ എനിക്ക് മരിക്കാനാ തോന്നുന്നത്. എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ തോറ്റ് ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? കുടുംബം ഒരു മനുഷ്യന്റെ ബലം ആവുക വേണ്ടത്, അല്ലാതെ ദൗർബല്യം അല്ല. എനിക്ക് ചേച്ചി ഒരു സത്യം ചെയ്തു തരണം. ഇനി ഒരിക്കലും ആരുടെ മുൻപിലും ചേച്ചി തോറ്റു കൊടുക്കരുത്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. ചേച്ചി തോക്കുമ്പോ നമ്മുടെ അച്ഛനും തോക്കുക, അത് മറക്കരുത്. അച്ഛനെ തോക്കാൻ ചേച്ചി സമ്മതിക്കരുത്.
അങ്ങ് പോയാലോ മഞ്ജു മാഡം? നമ്മൾ തമ്മിൽ ചില കണക്കുകളൊക്കെ ബാക്കിയില്ലേ? എല്ലാം തീർന്നു എന്ന് ഗോപാൽജി പറഞ്ഞതാണല്ലോ. ഞാനിന്ന് വിരട്ടിയപ്പോഴേക്കും നീ ചെന്ന് അച്ഛന്റെ കാല് പിടിച്ച് കരയെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും നീ മാധവൻ പോലീസിന്റെ മോളല്ലേ. അച്ഛന്റെ പേര് കളയാൻ ഇതുപോലൊരെണ്ണം മതി. നീ വെറും പേടിത്തൊണ്ടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നാണം കിട്ടവളാണെന്ന് ഇപ്പോഴാ മനസ്സിലായി. ശാലിനി, ഇയാള് വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുത്. ഗോപാൽജി എന്നോട് പറഞ്ഞു. അച്ഛൻ തീർത്തത് കാറിന്റെ താക്കോല് കളഞ്ഞ വിഷയം, അത് ഞാനും വിട്ടു. പക്ഷെ ഗിരിയുടെ വിഷയം അങ്ങനെയല്ല. അതെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ അറിയാതെ അന്ന് പെപ്പർ സ്പ്രേ അടിച്ചു പോയത്. ഞാനതിന് ഗിരിയോട് മാപ്പും ചോദിച്ചതാ. നീ നടത്തുന്ന നാടകമൊക്കെ ഗിരിക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നാടകോ? ഇങ്ങനെ അവനോട് ദേഷ്യമുള്ളതുപോലെ അഭിനയിക്കുക. നിന്റെ ജീവിതം അവൻ കാരണം നശിച്ചു പോയെന്ന് വരുത്തി തീർത്ത് അവനൊരു കുറ്റബോധം ഉണ്ടാക്കുക. ഇതെല്ലാം നിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശാലിനി, ഇത് എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശാലിനി, ശാലിനി വിട്. ഗിരി എന്റെയാ. അവനെ എന്നിൽ നിന്ന് പിരിക്കാൻ ആർക്കും കഴിയില്ല. വിട്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ശാലിനി. നാട്ടു റോഡിൽ വെച്ച് അവനെ ഉമ്മ വെക്കുന്ന പോലെ നിന്നതാരാ? അവന്റെ കൂടെ പാതിരാത്രിക്ക് ബൈക്കിൽ കറങ്ങിയതാരാ? നിന്റെ കല്യാണം എന്തുകൊണ്ടാ മുടങ്ങിയതെന്ന് നിനക്കറിയില്ലേ? അപ്പൊ നിനക്കറിയാം. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആര് ചോദിച്ചാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്ക് ഗിരിയെ ഇഷ്ടമല്ല. ഞാനൊരു സത്യസന്ധനായ പോലീസുകാരന്റെ മകളാ. ഗിരി ഒരു ഗുണ്ട മാത്രമാ. എനിക്ക് അയാളെ പേടിയാ. ആളുകൾക്ക് ഞങ്ങളെ ചേർത്ത് കഥകളൊക്കെ പറയുന്നത് ഒരു രസമായിരിക്കും. പക്ഷെ അതെന്നെ എന്റെ കുടുംബത്തെയും എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ശാലിനി അയാളെ ഇഷ്ടപ്പെടുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ദയവ് ചെയ്ത് എന്നെ എന്റെ കുടുംബത്തെ ഒന്ന് വെറുതെ വിട്. ഗോപാൽജി പറഞ്ഞ പോലെ ഞങ്ങൾ ആരും ശാലിനിയുടെ വഴിയിൽ വരില്ല. ഒന്ന് നിന്നേ. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോയ പോരല്ലോ. ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നല്ല ഒരു ശിക്ഷ കിട്ടണം. ഇനി ഗിരിയുടെ നേരെ നീ നോക്കുമ്പോ ഈ ശിക്ഷ ഓർമ്മ വരണം. എന്ത് ശിക്ഷ? ഒരടി. ഒരേ ഒരടി ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതോടെ നമ്മൾ തമ്മിലുള്ള കണക്ക് തീർന്നു. ഇനി ഗിരിയെ കാണുമ്പോ ഈ നാട്ടുകാരുടെ മുന്നിൽ നീ ഇന്ന് നാണം കെട്ടത് നിനക്ക് ഓർമ്മ വരണം. നീ വെറുതെ കൈയും കെട്ടി നിന്ന് ഒരു അടി വാങ്ങിയ മതി. നാണം കെട്ടി നല്ല ശീലമുള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം. ഞാൻ നിന്നെ അടിക്കാൻ പോവാ. ഇനി ഒരിക്കലും ആരുടെ മുൻപിലും ചേച്ചി തോറ്റു കൊടുക്കരുത്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. എന്റെ മോള് വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. ശാലിനിക്ക് ഈ ചെയ്യുന്നതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോഴായിരുന്നു കഴിഞ്ഞ തവണ ശാലിനി എന്നെ അടിച്ചത്. IPC സെക്ഷൻ 353 പ്രകാരം 2 വർഷം വരെ അകത്തു പോകേണ്ടി വരുന്നൊരു കേസാ അത്. ഞാൻ അതിന് പോവാത്തതേ എന്റെയും ശാലിനിയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ എന്ന് കരുതിയാ. വെറുതെ പ്രശ്നത്തിന് വരല്ലേ ശാലിനി. ഒരു പോലീസുകാരിയെ തൊട്ടാ എന്തൊക്കെ സ്വാധീനം ഉണ്ടെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. പിന്നെ ജയിലിൽ പോയി കിടന്ന് ഞാൻ ഗോപാൽജിയുടെ മകളാണ്, കോടീശ്വരിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ എല്ലാരും ഒരുപോലെയാ. ശാലിനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് പ്ലീസ് എന്നെ അങ്ങ് വെറുതെ വിട്. അതായിരിക്കും ശാലിനിക്ക് നല്ലത്.